അമ്പലത്തിൽ സുപ്രഭാതം കേട്ട് മഞ്ഞുപാളികൾക്കുള്ളിൽ കൂടെ നമ്മുടെ വാഴ മുളച്ചു എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് മൂക്കോട് മൂക്കുമുട്ടിയെ കാണാത്ത മഞ്ഞായിരുന്നു. നമ്മള് ചെടി മേടിക്കാൻ പോവാ. ചെടി എളേമ്മയുടെ കൂടെയാണ് ചെടി മേടിക്കാൻ പോയത്. അവിടെ പൂക്കളും അതുപോലെ തന്നെ ചെടികളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത്രയ്ക്ക് അധികം ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ അവിടുത്തെ റോസകളുടെ കളക്ഷൻസ്. എന്നാലും ഞാൻ മേടിച്ചത് കുറച്ച് മരച്ചെടികളാണ് കേട്ടോ. ലാങ്കി ലാങ്കി പൂത്തിലഞ്ഞ് സൗരഭ്യം വെതറുന്ന ഇവന് ഇന്ന് നടാൻ പോകുന്നത് ശ്രീകുട്ടനാണ്. തുരപ്പം വെട്ടിയെടുത്ത നമ്മുടെ വാഴയുടെ കട മാറ്റി അച്ഛൻ ദാ അവിടെ ഒരു കുഴി കുത്തി. ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടിയിട്ട് ശ്രീകുട്ടൻ ദാ നല്ല വർണ്ണശബളമായ ലാങ്കി ലാങ്കി തൈകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വാഴത്തോട്ടത്തിന്റെ നടുവിലായിട്ട് പിന്നെ ഒരു ഓറഞ്ചിന്റെ തൈയും ഒരു അവക്കാടോടെ തൈയും വെച്ചു. അവക്കാട വെച്ചത് പപ്പയാണ് കേട്ടോ. മരിച്ച് പരലോകത്തെത്തിയാലും നമ്മളെ അവർ ഓർക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് തൈകൾ നമ്മുടെ വീടിന്റെ മുക്കിലും മൂലയിലും വെച്ചു പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവരതിൽ നിന്ന് കായ്ക്കനികൾ ഇങ്ങനെ പൊട്ടിച്ച് ഭക്ഷിക്കുമ്പോൾ നമ്മളോട് പറയും, അല്ലെങ്കിൽ അവർ മനസ്സിൽ ആലോചിക്കും, ഇതെന്റെ അച്ഛൻ വെച്ചതാ, അമ്മ വെച്ചതാ, അപ്പൂപ്പൻ വെച്ചതാന്ന്. അങ്ങനെ മാങ്ങി ചക്കയായിട്ട് ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ പറമ്പില്. ലോകത്തിലെ ഏറ്റവും പുളിയുള്ള നാരങ്ങ കഴിക്കാൻ പോട്ടാ. ഇപ്പം മുളച്ച തൈകൾക്ക് മുന്നിൽ വന്നവരാണ് കേട്ടോ. ദാ ഇതുപോലെ കൊലയായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തിരിക്കുന്നവര്. ഒരു പടല പഴം ഞാനും മേടിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? പഴംപൊരി ഉണ്ടാക്കാൻ. നാളെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം.